കണ്ടില്ലേ നല്ല കുറുമ്പാണ്ട കാണിക്കൽ നോക്കിയേ. യെസ് ചാടിച്ചാട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആസാം വാളൊക്കെ ആയിട്ട് തോന്നും. നമ്മുടെ ഒരു സത്യത്തിൽ ഗപ്പി പാറ്റി കിടക്കുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടും ഉള്ളിലുള്ള ഗപ്പി ഏതാന്നുള്ള കാര്യം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക, ചാറൽ മാത്രമുള്ള ആ സമയത്താണ് നമ്മൾ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യണമെന്നല്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ഈ കാണുന്ന ടാങ്ക് നമ്മൾ എന്താ പറയുക വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മീൻ ഇടാനായിട്ട് പറ്റില്ല, കാരണം വെള്ളത്തിന് ചെറുതായിട്ടൊരു കലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാക്കണ്ടില്ല, ചെറിയ രീതിയിൽ ആൽഗയൊക്കെ പിടിച്ച് അടിയിൽ കരിയിലകളൊക്കെ വീണിട്ട് വെള്ളമൊന്നും മൊത്തത്തിൽ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലോട്ട് മീനിടാനായിട്ട് പറ്റും, ഒരു സീനും ഇല്ല. അതുപോലെ തന്നെ ഈ ടാങ്കിൽ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്, ഒരു ഷവൽ നോസ് ക്യാറ്റ് ഫിഷ് ഉണ്ട് കേട്ടോ. പക്ഷേ ആരും നമുക്കിതിൽ കാണാനായിട്ട് പറ്റില്ല. എല്ലാവരും അവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ എന്തായാലും നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം. നമ്മളെന്താ പറയുക, ഇന്നൊരു ശുദ്ധീകരണം നടത്താനായിട്ട് പോകാൻ കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലാകെ ബാരൽ ടാങ്കുകളും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടാങ്കുകളും ഒക്കെ കല്ലങ്കോലായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതാകണ്ടില്ലേ, ഈ ടാങ്ക് നോക്കുക വെച്ചാൽ വെള്ളമൊക്കെ ആകെ ആൽഗയെ പിടിച്ച് ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് കിടക്കുന്നത്. ഉമ്മാരാകെ വൈറ്റ് കളറും പിങ്ക് കളറൊക്കെ ആകാണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്താ പറയുക ക്ലിയർ ആക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ടാങ്ക് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറ്റില്ല, ഓരോന്നോരോന്നായി കഴിഞ്ഞ ശേഷം പെട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചാടി മറിയാണ്ടവന്മാർ തിന്നാൻ കൊടുക്കാൻ വരാമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാറിനിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സൈസുള്ളതാണ്, ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് സൈസ് ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരേണ്ടി പറ്റും. ഈ ടാങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് വാഹകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാഹകളൊക്കെ നമ്മുടെ കയ്യിൽ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പേടിക്കേണ്ട, സെയിലിനായിട്ട് കണ്ടില്ലേ ഈ കാണുന്ന ടാങ്കിൽ നമുക്ക് അത്യാവശ്യം വാഹകൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അവരിനൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ കാട്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വാഹനം വാങ്ങാനായിട്ട് താല്പര്യം ഇതാകണ്ടില്ലേ, ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വാഹയുടെ വീഡിയോസും അതിൻ്റെ റേറ്റിങ്ങുകളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ കാണുന്ന ടാങ്കുകളുണ്ട് ഇതിലത്തെ ഒക്കെ വെള്ളം നമുക്കിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നമ്മൾ വേറൊരു ഫിഷിൻ്റെ ബ്രീഡിങ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങളിടാനും പറ്റിയ കുഞ്ഞുങ്ങളൊന്നും ആവൂല. പക്ഷേ എന്തായാലും ടാങ്കൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിടാം. അതുപോലെ തന്നെ നമ്മുടെ ബലൂൺ മോളീസ് കണ്ടില്ലേ, അവരെല്ലാവരും അവിടെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവർക്കൊന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. മഴ പെയ്യുന്നതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഫിഷുകൾക്ക് കാണും, അതെന്തായാലും അവർക്ക് ഉണ്ട് കേട്ടോ. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷാണ്, പക്ഷേ നമ്മൾ ഇഷ്ടം കൊണ്ട് വാങ്ങിയിട്ടു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവരിനൊക്കെ ഇന്ന് മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. അതുപോലെ തന്നെ അടിയുള്ള ടാങ്കുകളായാലും നമുക്ക് വൃത്തിയാക്കണം. അടിയുള്ള ടാങ്കുകൾ എന്തിനാണ് വൃത്തിയാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോൺസ്റ്റർ ഫിഷിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ മോൺസ്റ്റർ ഫിഷിന് നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടാകും. അപ്പോൾ വലിയ ടെസ്റ്റിങ്ങുകളും നമ്മളിവിടെ വെക്കണമൊന്നുമില്ല. ഈ കാണുന്ന ബാരൽ ടാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. ബാരലിൽ ഏകദേശം ഒരു 4-5 റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ ഇടാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡെഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ അടിയിലത്തെ ബാരലുകൾ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ ജയിൻ്റ് ഗൗരാമി കുട്ടന്മാരെ നോക്കാം കേട്ടോ. ജയിൻ്റ് ഗൗരാമികൾ ഇതാക്കണ്ടില്ല, ഇതിൽ കെടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഗപ്പീസും കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവന്മാർക്ക് എന്താ പറയുക, ഇവന്മാരെ നമ്മൾ വേറെ ടാങ്കിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫീഡും കാര്യങ്ങളൊന്നും എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്കൊരു ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതെന്തായാലും നമ്മളിപ്പോൾ കാട്ടി തരുന്നുണ്ട് കേട്ടോ. കൂടാതെ വേറൊരു സാധനം നമ്മുടെ ഫാമിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, നമ്മുടെ കോഴിക്കോട് അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് കോഴിക്കോട് മാറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മര കൂവലൊക്കെ കാരണം വീഡിയോ മരിക്ക് എടുക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ നല്ല ബാഡായിട്ടുള്ള സ്മെല്ലാണ് ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവന്മാരെ മാറ്റിയത്. മീനോളാവുമ്പോൾ അവിടെ ആ ടാങ്കിലേക്ക് ഇടുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ കാണുന്ന സ്പേസിൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സാണ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ എന്താ പറയുക ചെറിയൊരു ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ മീനുകൾ എടുക്കുന്നില്ല, അതൊക്കെ സെറ്റാക്കണം. അതായത് ആ കാണുന്ന ടാങ്കിലും എല്ലാത്തിലും മീനുകൾ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം സെറ്റാക്കണം. ഒയ്യോ, ഇതിൽ ഗപ്പി പാറ്റി കിടക്കണു. ഇതേത് ഗപ്പിയാ ഗായ്സ്, ഇതിലെ ഗപ്പി പാറ്റി കിടക്കണു കേട്ടോ. നമ്മൾ കണ്ടിട്ടും ഉള്ളിലുള്ള ഗപ്പി ഏതാന്നുള്ള കാര്യം. അയ്യോ, ഇതെങ്ങനെ നോരക്ഷ ഇവിടെ കോഴിക്കോട്ടിരിക്കുന്നുണ്ടായിരുന്ന കാരണം കൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് അവിടെ നോക്കിയിട്ടില്ല. ഇതിൽ ഏത് ഗപ്പിയാണ് എടുക്കുന്നത്, ഏത് ബ്രീഡാണ് എടുക്കുന്നത് ഒന്നും നമുക്കറിയില്ല കേട്ടോ. അയ്യോ, ഇതെന്തായാലും നമുക്ക് നോക്കണം. എന്തായാലും ഈ ഭാഗം മൊത്തം നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇത് ഏത് വെറൈറ്റി ഗപ്പിയാണ് കിടക്കണം എന്നുള്ള കാര്യമൊക്കെ നോക്കണ്ട. അതെന്തായാലും ഒടുക്കത്തെ സർപ്രൈസായി പോയിട്ടാ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഗാറ് ഇതാകണ്ടില്ലേ, അത്യാവശ്യം സൈസായിട്ടുള്ള ഗാറുകളുണ്ട് ഇപ്പോൾ സെയിലിനായിട്ടുള്ള. അതായത്
ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ആ റേഞ്ചിലോട്ട് വരുന്ന കാറുകളാണ്. ഒരെണ്ണത്തിന് പീസ് റേറ്റ് വരുന്നത് 550 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മാത്രം മതി, നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് എവിടേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ച് തരാനും പറ്റും. അതുപോലെ തന്നെ ആകെ എടുക്കുന്ന മുതലല്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആസാം വാളൊക്കെ ആയിട്ട് തോന്നും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ള ഒരു സാധനമായിരുന്നു, പെറൂൺ ഷാർക്കിനെ വാങ്ങുന്നതെന്ന്. നമ്മൾ ഇതാകണ്ടില്ലേ, പെറൂൺ ഷാർക്കിനെ വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് വലിയ സൈസൊന്നുമല്ല, കുഞ്ഞിതാണ്. പിന്നെ ശരിക്കുള്ള ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സൈസ് വെക്കണം കേട്ടോ. ഇതങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന വിഷയമൊന്നുമല്ല, വലിയ എപ്പോഴൊരിക്കൽ വന്നു അപ്പോൾ കിട്ടും, അത്ര ഉള്ളൂ. നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടി, അതുകൊണ്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സംഗതി കണ്ടില്ലേ, ഹെവി ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. വലുതായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്കാവും. അപ്പോൾ അവൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. മുതലേ കുട്ടന്മാർ കണ്ടില്ലേ, വയർ നിറച്ച് ഫുഡ് അടിച്ച് എടുക്കുന്നത്, വയറൊക്കെ ഒരുമാതിരി പൊട്ടറായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് ചിക്കനാണ്. രാവിലെ തന്നെ ഫീഡ് ചെയ്യും, 2 നേരം ഫീഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കാനുള്ള ചാൻസ് ഉണ്ട്, കുറേയൊക്കെ എടുക്കുന്ന കാരണം കൂടി കിട്ടും. അപ്പോൾ അത്യാവശ്യം സൈസുള്ളവരാണ്. അതുപോലെ തന്നെ എന്താ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകളുടെ കൊറിയർ അയക്കൽ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. കാരണം ചെറിയ സൈസ് അയക്കുന്നത് റിസ്ക് ആണ്, അതായത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും. അതുകൊണ്ടാണ് നമ്മൾ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ സെയിൽ കുറച്ച് കാലത്തേക്ക് നിർത്തിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഗപ്പീസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്ന ഡാർക്ക് നൈറ്റ് ഡ്രാഗനും അതുപോലെ തന്നെ ആ ടാങ്കിൽ എടുക്കുന്ന എന്നിട്ട് അവൻ്റെ പേര് പ്ലാറ്റിനം കൊയിഡം ബോയറും എല്ലാവരും അവിടെ എടുക്കുന്നുണ്ട്. ഇവരുടെ ബ്രൂഡിൻ്റെ വീഡിയോ വെച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുക, ഇന്ന് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം. വാട്സപ്പ് നമ്പർ ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജൈൻ്റ് അവരാമിയുള്ള ഫീഡിങ് നിർത്താനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കണ ഫീഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫീഡൊന്നുമല്ല, നമ്മുടെ കാർഗിൽ പെല്ലറ്റ് എന്നൊക്കെ പറയില്ല, ആ സാധനമാണ് കൊടുക്കണത്. ഇവർക്കൊന്നും വലിയ ക്വാളിറ്റിയുള്ള ഫീഡൊന്നും വേണ്ട. ഫീഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെമ്പരത്തിയുടെ മുട്ട അങ്ങനത്തെ ഇട്ട് കൊടുത്താലും മതി. അങ്ങനത്തെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് ഗപ്പീസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഗപ്പീസ് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല, കാരണം മിക്സ്ഡ് ആക്കാനുള്ളതാണ്, നോർമൽ ക്വാളിറ്റി ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം പിടിക്കും ജൈൻ്റ് അവരാമിയോളെന്ന് പറഞ്ഞിട്ട് പൊന്തി വരാനായിട്ട് കേട്ടോ. പക്ഷെ എന്തായാലും കഴിക്കുമ്പോൾ ഒരു അത്യാവശ്യം കഴിക്കും. അതാണ് ജൈൻ്റ് അവരാമിയുള്ള പ്രത്യേകത. സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഫിഷാണ്, പക്ഷേ നല്ല രീതിക്ക് ഇണങ്ങും ചെയ്യും, നല്ല ബുദ്ധിയാണ് ഇതാണ് കേട്ടോ. നമ്മളിത് കുറച്ചും കൂടി ഇച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഒരുത്തം വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നോർമൽ പിങ്ക് ഗൗരാമിയാണ് കേട്ടോ. ജൈൻ്റ് ഗൗരാമി തന്നെയാണ്, പക്ഷേ പിങ്കാണ്. നമ്മുടെ ഉള്ള ചോട്ടൂല്ലേ, അതാണ് കേട്ടോ. ചോട്ടല്ല, മോട്ടു. ഇതാണ്ടില്ലേ, ഫുഡ് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ അങ്ങോട്ട് കുറച്ച് മാറുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ജൈൻ്റ് ഗൗരാമിയോട് വന്നിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാക്കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകണ്ടില്ല, വലിയ ആൽബിനോ ജൈൻ്റെ അവരാമികളൊക്കെ ഒന്ന് ഫുഡ് എടുക്കുന്നുണ്ട്. അതിലൊരുത്തൻ്റെ കണ്ണ് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊക്കെ ഞാൻ കാട്ടിത്തരാം. എന്തായാലും ഞാൻ ഒച്ചും ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവന്മാരെല്ലാവരും ഫുഡ് എടുക്കാണ്ട് അടിയിലോട്ട് തന്നെ പോവും. അപ്പോൾ അവന്മാരുടെ ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അവന്മാരെ പിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ടാങ്കിലോട്ട് മാറ്റേണ്ട കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീനുകൾക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏതൊരു വൃത്തികെട്ട പ്രാണി ഒന്നും കണ്ടിട്ട് അടിച്ചിട്ട് കണ്ണൊക്കെ സീനായിട്ടുണ്ട്. ചോന്നുണ്ടോ നോക്കി, അത്രക്കധികം ചോന്നുണ്ടാവില്ല, നമ്മളതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതാകണ്ടില്ലേ, നമ്മുടെ കരിമ്പൂച്ച കുഞ്ഞു എടുത്ത് നോക്കിയേ, കണ്ടു കഴിഞ്ഞാൽ പേടിയാവില്ല. പൂച്ച കിട്ട് നോക്കിയേ, ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പേടിയാവട്ടെ. ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവും. എന്തായാലും നമ്മുടെ മൗലിയുടെ കുട്ടിയാണ് കേട്ടോ. വണ്ടിയും ഇരിക്കുന്ന നോക്കിയേ, പൂച്ചേ കരിമ്പൂച്ചി. പക്ഷെ ആള് പാവണ്ട, കരിമ്പൂച്ചിയാണെങ്കിലും. നമുക്ക് മെല്ലേനെ പോയിട്ട് എന്താ പറയുക, നമ്മുടെ കാര്യം നോക്കാം. അതായത് നമ്മുടെ മീനുകൾ ഫുഡ് അടിച്ചോ നോക്കട്ടെ. അവന് ഇടാൻ പോകുന്ന ടാങ്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ടാങ്കാണ്. നല്ല മഴ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നൈസായിട്ടൊരു മഴ ചാറിപ്പോയി കഴിഞ്ഞതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക, അവന്മാരെ മാറ്റാനായിട്ട് വേറെ വഴി മാറ്റാണ്ടിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കണ്ടില്ലേ, ഒരൊറ്റ ഫുഡ് പോലും ബാക്കിയില്ലാണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് മെല്ലേനെ എന്താ പറയുക, അവന്മാരെ പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഈ കാണുന്ന ബക്കറ്റ് നമുക്ക് എടുക്കാം. ഈ ബക്കറ്റിലോട്ടാണ് അവന്മാരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എല്ലാം നമുക്ക് എന്താ പറയുക, ഓരോരുത്തരുടെ പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. കിട്ടേണ്ട ദിവസം എളുപ്പമല്ല, ഭയങ്കര ആക്റ്റീവാണ്. അതേപോലെ തന്നെ ഭയങ്കര സ്പീഡാണ് ഉമ്മാർ കിട്ടുക, മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. വട കയറാലേ. യെസ്, ചാടിച്ചാട്ടൊക്കെ ഉണ്ട് ഗടികൾ. അത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആൽബിനോയിനും അതുപോലെ തന്നെ ഒരു പിങ്കിനെയാണ് കേട്ടോ. കണ്ടില്ലേ, ആ വലുത് ആൽബിനോയും മറ്റേത് പിങ്കാണ് കേട്ടോ. കണ്ടില്ലേ, ആ ചോന്ന കണ്ണുള്ളത് ആൽബിനോ, മറ്റേത് പിങ്ക്. പുടവലേക്ക് ഇപ്പോൾ 2 ആളായിട്ട് അതിലൊരു ഗപ്പി പെട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുത്ത് മാറ്റാം. വായോ ഓടിയേ. നാടങ്ങിട്ട് ഇവന്മാരൊക്കെ ഭയങ്കര ആക്റ്റീവായി. നമ്മളിൽ വന്നിട്ട് പിള്ളേര് ഒരു ബൾബ് കണ്ണുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞില്ലേ, കണ്ണൊരു മാതിരി ബൾബ് പോലെ വെക്കണത് ഞാൻ കാട്ടില്ല കേട്ടോ. ആളെ ഞാൻ ചിലപ്പോൾ സെയിലടിക്കുള്ള, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെറൈറ്റി ലുക്കാണ് കാണാനായിട്ട്. ഇതേപോലത്തെ കണ്ണുള്ള ജൈൻ്റെ ഒരു അമ്മയോളം നമുക്ക് ഇനി കിട്ടിയെന്ന് വരില്ല. അതാണ് കേട്ടോ, എൻ്റെ കണ്ണ് കണ്ടോ നിൽക്കണത് ഒരുമാതിരി എൻ്റെ ഗോൾഡ് ഷോളുടെ പോലെ. നല്ല ഹെവി സാധനം ഉണ്ട് കേട്ടോ. പുടയിലേക്ക് ഇപ്പം 8 എണ്ണം കിട്ടി, നമുക്ക് 3 എണ്ണം ആയിട്ട് കേട്ടോ. ഇതിൽ കുറേയൊക്കെ നമ്മൾ സെയിലടിച്ച് കഴിഞ്ഞതാണ്. ഇനി കുറച്ച് പീസുകളും ഉണ്ടാവുള്ളൂ കേട്ടോ. അതും വേറൊരു കാര്യമാണ്. വായോ കമോൺ ബേബി. അടുത്ത ആൽബിനോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണാനായിട്ട് നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ.
പിന്നെ നമുക്ക് അടുത്ത രണ്ടാൾ ഇവിടെ ഉണ്ട്. അവന്മാരോട് പിടിക്കുക, നമ്മൾ കരടില്ലാണ്ട് പിടിക്കണം നോക്കണതുകൊണ്ടാണ് എന്താ പറയുക ഉമ്മാരെ നമുക്ക് കറക്റ്റ് കിട്ടാത്തിട്ട്. ഒറ്റ വല്ലയ്ക്ക് 3 നമ്മൾ ചെറിയൊരു മണ്ടത്തരം പറ്റി നമ്മളെല്ലാവരും പിടിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പറയുക വീഡിയോ നൈസായിട്ട് പോസായി പോയിട്ട്, അതുകൊണ്ടാണ് ബാക്കി സീനുകളൊന്നും കിട്ടാണ്ട് വീഡിയോ കട്ടായിപ്പോയി. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, അതെൻ്റെ ഭാഗത്ത് പറ്റി മിസ്റ്റേക്കാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാണ്ട് വല്ല ചെറിയൊരു മഴത്തുള്ളി എങ്ങാനും വീണാൽ മതി ഡിസ്പ്ലേമിലേക്ക് വീഡിയോ പോസ് ആവാനായിട്ട് ഇട്ടാ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കിട്ടിയവരെ വെച്ചിട്ട് എന്താ പറയുക വേഗം കൊണ്ടുപോയിട്ട് ടാങ്കിലോട്ട് ഇടാം. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഗപ്പീസ് പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗപ്പീസിന് നമുക്ക് ഇത് മാറ്റി ഇടണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഗപ്പീസ് അതിൻ്റെ ഒരു അമീസിൻ്റെ ഇപ്പോൾ ഒരു രസല് കാണാനായിട്ട് നമ്മളെന്തായാലും ടാങ്കില്ലാത്ത കാരണം കൊണ്ട് അതിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിലാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിൽ വലുതാവാത്ത അല്ലെങ്കിൽ വളരാത്ത മീനുകളിലൊന്നും നമ്മൾ വളർത്തൽ ഭയങ്കര കുറവാണ്. ഒരുപാട് പേർക്ക് ഒരു മിഥ്യാധാരണ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ക്യാറ്റ് ഫിഷ്, ഓസ്കാർ, അതുപോലെ തന്നെ ജൈൻ്റ് ഒരാമി അങ്ങനത്തെ ഫിഷുകൾക്കൊക്കെ എയറേഷൻ വേണം, ഓക്സിജൻ വേണം എന്നൊക്കെ. അങ്ങനത്തെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞെങ്കിൽ ഫിഷുകൾക്കൊന്നും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസുള്ള ടാങ്കിൽ എണ്ണം കുറച്ചിടുക. എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ എയറേഷനൊക്കെ വേണ്ടി വരിക. അത് പരാപ്പേമി ആണെങ്കിൽ വേറെ ഒരുപാട് ക്വാണ്ടിറ്റി ഒരു ടാങ്കിൽ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ വേണം, അല്ലെങ്കിൽ ഡെഡായി പോവും, അല്ലെങ്കിൽ വാട്ടർ കണ്ടീഷൻ മോശമായിട്ട് ഡെഡായി പോവും. നല്ല ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ വേണം ഒരുപാട് ക്വാണ്ടിറ്റിന് ഒരുമിച്ച് തരണമെങ്കിൽ. അതിപ്പോൾ അരാപ്പേമി ആണെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലേനെ എടുത്തിട്ട് എന്താ പറയുക ഓരോരുത്തന്മാരിനായിട്ട് ഇതിലോട്ട് മാറ്റാട്ടോ. അപ്പോൾ നമുക്ക് എത്ര പേര് നിന്നും ചെയ്യാം. അതുപോലെ തന്നെ ഈ ടാങ്കിൽ വെള്ളം ടോപ്പായിട്ടാണ് എടുക്കുന്നത്. ചാടിപ്പോന്നുള്ള പേടിയൊന്നും നമുക്കില്ലേ, കാരണം അവരങ്ങനെ ചാടില്ല ടാങ്കായിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യണം, എന്തായാലും ഇതിൻ്റെ മുകളിൽ നെറ്റിലിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഓരോരുത്തരും ഇട്ട് പിടിക്കാം കേട്ടോ. പിള്ളേർ ആ മറ്റേ ബൾബ് കണ്ണുള്ള ഒരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, മറ്റേ ബുൾസൈ പോലത്തെ കണ്ണുള്ളത്, അവൻ നമുക്ക് പിടിക്കാം കേട്ടോ. അവനെ വീഡിയോ പെട്ടുണ്ടോയെന്ന് അറിയില്ല, പോസായി പോയിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ. ഇവനല്ല, നമുക്ക് എന്തായാലും കിട്ടുമ്പോൾ ആയിട്ട് തരാട്ടാ. വേണ്ടല്ലേ ആദ്യത്തെ ചൈൻ്റെ വരാം നമ്മൾ ഇടാനായിട്ട് പോകാണ്ട് നമ്മുടെ ടാങ്കിലോട്ട്. ഒമ്പോ ഹെവി ലുക്ക് കഴിഞ്ഞിട്ടാണ് അതിനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ലുക്ക് അവൻ എന്തായാലും ഉണ്ട് കേട്ടോ. നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷാണ്. ആൽബിനെ വിചാരിച്ചിട്ട് ഇമ്മ്യൂണിറ്റി പവറിലേക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഓരോരുത്തരിനെ പിടിച്ചിടാം. ഇനി ആ ബൾബ് കണ്ണുള്ളതിനെ നോക്കട്ടെ ഞാൻ. ഇതിലുള്ളതിലത്തെ സൈസുള്ളത് ഈ കാണുന്നത്. അയ്യോ കറക്റ്റ് ടാങ്കിലോട്ടിൻ്റെ പോയിട്ടുള്ള രക്ഷപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ നോർമലി പിങ്ക് ചൈൻ്റെ ഒരു അമീനെ കട്ടിരാ കേട്ടോ. പിങ്ക് എടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ മൂട്ടുകൂരമീല് അവൻ്റെ എനം വേണ്ടി ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ ലോഡായിട്ടാണ് നിൽക്കുന്നത്. പിങ്ക് ചൈൻ്റെ ഒരു അമീൻ പോയേ അവനും വിട്ടിട്ടുണ്ട്. ഇനി എത്ര പേരും കൂടി ഉണ്ടല്ലേ, ഞാൻ ജസ്റ്റ് എണ്ണി നോക്കട്ടാ. 1 2 3 4 5 6 7 അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കൂടി ഞാൻ ഈ ടാങ്കിലോട്ട് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ എല്ലാ ജൈൻ്റെ ഒരു അമ്മയുള്ളൂ നമ്മൾ ഈ കാണുന്ന ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ബക്കറ്റിൽ കണ്ടില്ലേ കുറച്ച് ഗപ്പീസ് എടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം ഫീമെയിൽസാണ്, ബ്രീഡാവായിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഗപ്പികളുടെ കുട്ടികളുടെ ഫ്രിഡ്ജ് ബോക്സിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഫേവററ്റ് ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു ഗപ്പിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം നശിച്ചു പോയി എന്ന് വിചാരിച്ചാണ്. അത് മൊത്തം നശിച്ചു പോയിട്ടൊന്നുമില്ല, നമ്മുടെ കയ്യിൽ അതുണ്ട്. ഇനി ആ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം എന്താ പറയുക നമുക്ക് ഇനി ആ ഒരു വെറൈറ്റീനെ വീണ്ടും കയറ്റി കൊണ്ടുവരാനായിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ആ ഒരു വെറൈറ്റീനെ മാത്രം നമ്മുടെ കയ്യിൽ നിർത്തുള്ളൂ. ഇനി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അധികം ഇഷ്ടമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഏതാണെന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ജൈൻ്റെ ഒരു അമ്മയോളം ഈ ടാങ്കിലോട്ട് ഇട്ടപ്പോൾ അവന്മാർക്ക് ഇങ്ങനെ കെടുക്കുകയാണ്, ഒന്ന് ആക്റ്റീവ് വന്നിട്ടില്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടാങ്കല്ലേ, പക്ഷേ ഈ ടാങ്കിൽ ഒരുപാട് കരിയിലകൾ എടുക്കുന്നുണ്ട്. അതായത് ബദാമിൻ്റെ അല്ലല്ല നമ്മുടെ പ്ലാവിൻ്റെ അല്ല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അതൊക്കെ ഞാൻ എടുത്ത് കളയാൻ കേട്ടോ. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അവന്മാർ അത് അലക്കോളും, അതായത് കഴിച്ചോളും. അപ്പോൾ നമുക്ക് മെല്ലെ ഇതൊക്കെ എടുത്ത് കളയാം, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമുക്ക് നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിൽ കരിയിലെ കോയിന്ന് എടുക്കുന്ന ടാങ്കുകളുണ്ട് താല്പര്യം. അല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് മീനോളം ക്ലിയർ ആയിട്ട് കണ്ടിട്ടും നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അവർ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം, നമുക്ക് അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ മീനോളിനെ കയ്യിലോട്ട് വിട്ടിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നീ കാണുന്ന ടാങ്കിലോട്ട് വരാൻ പോണ മീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ സർപ്രൈസാണ്. എന്തായാലും വരാതിരിക്കില്ല അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ ആക്റ്റീവായിട്ട് നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ കയ്യിലുണ്ട്. അവന്മാരൊക്കെ ഒന്ന് സൈഡിലേക്ക് ഇവിടേക്കൊക്കെ ഒന്ന് ഷോയൊക്കെ കാട്ടി തുടങ്ങി കുറച്ച് കാലം ടൈം എടുക്കും. പക്ഷേ എന്തായാലും എന്താ പറയുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാട്ടി തരാനായിട്ട് പറ്റും ചെയ്യൂട്ടാ. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് ഹെഡ് കുട്ടൻ ഇതിൽ ആക്റ്റീവായിട്ട് തന്നെ കെടുപ്പുണ്ട്, പക്ഷേ അവനെ കാണാൻ കിട്ടുന്നില്ല. അവന് ഈ ടാങ്കായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നുള്ളൂ. എന്നാൽ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ള ഷോ കാണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കാട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേറെ ലെവലിൽ തന്നെയായിരിക്കും. നമ്മൾ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ, കുറുമ്പിൻ്റെ ആശാൻ ഉണ്ടായി കണ്ടില്ലേ നല്ല കുറുമ്പണ്ട കാണിക്കൽ നോക്കിയേ. നമ്മുടെ ആമസോൺ സോണിൻ്റെ ലീഫ് വീണ് എടുക്കുന്നതാണ് ആളിങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് അധികം സമയം വഹിക്കാനൊന്നുമില്ല, നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരാളെ ഞാൻ കാട്ടിരാട്ടാ. നോക്കിയാൽ നമ്മുടെ രാപ്പയും എടുക്കണത് എന്ത് കിട്ടിയാലും തിന്നും, അങ്ങനത്തെ റോളിലാണ് എടുക്കുന്നത്. രാത്രിക്ക് എന്നിട്ട് ഭയങ്കര ചാട്ടാണ്, പക്ഷേ ടാങ്കിൻ്റെ പുറത്തോട്ട് ചാടില്ല കേട്ടോ. കാരണം ഈ ടാങ്കായിട്ട് അവർ അത്രയ്ക്കധികം മിങ്കിൾഡ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന സൈഡിലുള്ള ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്ത് എയിമാക്കലാണ് കേട്ടോ. അതൊക്കെ എന്തായാലും എന്താ പറയുക നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് കാട്ടാനായിട്ട് പറ്റില്ല, കാരണം വീഡിയോ എടുക്കില്ല. അതും കൂടി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക നടക്കില്ല. ഒരാളും കൂടി വീഡിയോ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാം, വീഡിയോ എടുക്കേണ്ട വേറെ ഒരാളിനെ ഏൽപ്പിക്കാം. അപ്പോൾ എന്താ പറയുക ഇടയിൽ സംസാരിക്കലോ വേണ്ടോ ജോലി ചെയ്യേണ്ട സമയത്ത്. ഇതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പിടിക്കലും ജോലി
പിടിക്കലും സംസാരിക്കലും ഒരുമിച്ച് നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നാളത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗപ്പിയിൽ അതായത് ഞാൻ പറയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക, വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും പോയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ്. എല്ലാവർക്കും ബൈ. കുഞ്ഞുണ്ടായി. ഓ